നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുമ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും 100% നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നു. അപ്പോൾ നമ്മൾ വണ്ടി നമ്പരും നല്ല ഇതൊക്കെ നോക്കി നമ്മൾ വണ്ടി എടുക്കുന്നു, നമ്മൾ വണ്ടി ഓട്ടിക്കുന്നു. നമ്മൾ നോർമലി നമ്മൾ ഫസ്റ്റ് RC ബുക്ക് മാറാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ RC ബുക്ക് നമ്മൾ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ള ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്ത് RC ബുക്ക് മാറാൻ വേണ്ടി കൊടുക്കും. അത് എനിക്ക് തോന്നുന്നു 1 മാസത്തിനുള്ളിൽ RC ബുക്ക് നമ്മളെ പേരിലോട്ട് ആയി വരും. ആയി വന്ന ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. നമ്മളിപ്പോൾ RC ബുക്ക് നമ്മളെ പേരിലോട്ടായല്ലോ, ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വണ്ടി ഓടും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇൻഷുറൻസ് പഴയ ഓണറിൻ്റെ പേരിലാണ് ഇൻഷുറൻസ് കിടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, RC ബുക്ക് നമ്മളെ കൈ കിട്ടിയ ഉടനെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ നിലവിൽ ആ വണ്ടിക്കുള്ളത്, മനസ്സിലായോ? എന്ന് വെച്ചാൽ പഴയ ഓണറുടെ പേരിലാണ് ഈ ഇൻഷുറൻസ് ഉള്ളത്. ആ ഇൻഷുറൻസ് കമ്പനിയിൽ ഉറപ്പായിട്ടും വലിയ താമസമില്ലാതെ അപ്പോഴന്നെ പോയി പേര് ചേഞ്ച് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക. എനിക്ക് തോന്നുന്നത് ഒരു 100-150 രൂപ ഫീസ് എന്തോ ആവത്തുള്ളൂ. മസ്റ്റായിട്ട് ഇത് നിങ്ങൾ ചെയ്തിരിക്കണം. പലരും ഇത് ചെയ്യുന്നില്ല. കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് 100% എനിക്കറിയാം. അപ്പം RC ബുക്ക് പേര് മാറി, വണ്ടിയുടെ കേസാണ്. വണ്ടി തട്ടും മുട്ടും വന്ന് നമ്മൾ വർഷാപ്പിലേക്ക് വരുന്ന സമയത്ത് RCയിൽ ഒരാളെ പേര്, ഇൻഷുറൻസിൽ ഒരാളെ പേര്, ഒരിക്കലും ക്ലെയിം കിട്ടില്ല. അത് RCയിലും ഇൻഷുറൻസിലും ഒരാളെ പേരായെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തുള്ളൂ. ശ്രദ്ധിക്കുക. മെയിൻ, നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് RC ബുക്കിൽ പേര് മാറിയ ഉടനെ തന്നെ ഇൻഷുറൻസിലും പേര് ചേഞ്ച് ചെയ്യുക. അവിടെ ചെന്ന് ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ പേര്, RC ബുക്കിൻ്റെ കോപ്പി, ആധാർ, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കൊടുക്കുമ്പം അപ്പോഴേ അവർ എൻഡോഴ്സ്മെൻറ്റ് ചെയ്ത് ഉള്ള പേപ്പർ നമുക്ക് കൈ കിട്ടും. എപ്പോഴും നമ്മൾ ഇൻഷുറൻസ് കറക്റ്റായിട്ട് പക്കയായിട്ട് വയ്ക്കുക. ബാക്കി പിന്നെ വണ്ടിയുടെ കാര്യം ശ്രദ്ധിക്കുക. പലർക്കും പല അബദ്ധവും പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് 100% ഉറപ്പാണ്. ഒരുപാട് കേസുകൾ RC ബുക്കും, അതായത് ശ്രദ്ധിക്കേണ്ടത്, RCയിലും ഇൻഷുറൻസിലും ഒരാളെ പേര് തന്നെ ആണെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടിയിലെ ക്ലെയിം വർക്ക്, പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഈ ക്ലെയിം ചെയ്യാൻ വേണ്ടി RC ഓണർ ലൈസൻസ് തന്നെ വേണോ? ലൈസൻസ് ആരാണോ ഡ്രൈവ് ചെയ്യുന്നത്, ഇപ്പം നമുക്ക് ഡ്രൈവറെ വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത്, പുള്ളിക്കാരൻ്റെ ലൈസൻസ് മതി. LMV ഉള്ള വാലിഡിറ്റി ഉള്ള ലൈസൻസ് മതിയാവും. അതുകൊണ്ട് മെയിനായിട്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ സെക്കൻഡ് കാറ് എടുക്കുമ്പോൾ കഴിയുന്നതും കൂട്ടുകാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരിക്കലും എടുക്കാൻ ശ്രമിക്കരുത്. ഭംഗി നോക്കിയും എടുക്കാൻ ശ്രമിക്കരുത്. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, വാറണ്ടി, അതായത് കമ്പനി ത്രൂ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പം നിങ്ങൾക്ക് 3 ഫ്രീ സർവീസ് കിട്ടും, വാറണ്ടി കിട്ടും, അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. മറ്റേത് നമ്മളെ ബന്ധുക്കളുടെ കൂട്ടുകാരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടിയാണേ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല കണ്ടീഷനായിരിക്കും. ചിലപ്പം നിങ്ങളെടുക്കുന്ന നിങ്ങളുടെ സമയം മോശം കൊണ്ട് വണ്ടി കംപ്ലൈൻ്റ് ആകുമ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കടന്ന് സംസാരിക്കേണ്ടി വരും. ഇപ്പം കമ്പനി ത്രൂ എടുക്കുമ്പം ആ വിഷയം അവിടെ വരുന്നില്ല. അപ്പം നമ്മളെ ബന്ധങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് മാറിയില്ലെങ്കിലും RCയിലും ഇൻഷുറൻസിലും ഉറപ്പായിട്ടും പേര് മാറുക. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്നൊന്നും പറയാം, പക്ഷേ ചില ആൾക്കാർക്ക് അറിയില്ല. എന്നിപ്പോൾ ലേറ്റസ്റ്റ് ഒരു 2-3 കേസുകൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്തു. അയ്യോ, അതന്നെ നമുക്ക് അറിയില്ലായിരുന്നു, RC ബുക്കിൽ പേര് മാറി വന്നു, അപ്പോൾ ഇൻഷുറൻസിന് മാറണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഭയങ്കര വിഷമത്തോടെ, എന്ന് വെച്ചാൽ നല്ല വർക്കുണ്ടത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക കൂട്ടുകാരെ. അപ്പോൾ ഈ മാക്സിമം പേരത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.